അങ്ങനെ നമ്മുടെ അടുത്ത സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് നമ്മൾ പോവാണ് കേട്ടോ. ഈ ട്രിപ്പും കൊടൈക്കനാലിലേക്ക് തന്നെയാണ്. പതിവ് പോലെ തന്നെ കാലിക്കറ്റ് തന്നെയാണ് കേട്ടോ ബസ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തി. ഇവരൊക്കെ ഇപ്പൊ മൂന്നാമത്തെ ട്രിപ്പായിട്ട് നമ്മുടെ കൂടെ. ഇപ്രാവശ്യം അവർ വന്നത് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഏതായാലും ഒരു 8:30 നമ്മൾ കാലിക്കറ്റ് നിന്ന് ബസ് എടുത്തു. ഇനി മുതൽ എല്ലാ മാസവും അവസാനം വരുന്ന വെള്ളിയാഴ്ച പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇതുപോലുള്ള ട്രിപ്പ് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പൊ അത് ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ എത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബസ് കണ്ട് കൈയാട്ടുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതിനേക്കാളും സന്തോഷമായത് ഇത് കണ്ടപ്പോഴാണ്. നമ്മുടെ ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ബസ്സിന്റെ ഫോട്ടോ വരച്ച് നമ്മളെ കാത്തു നിൽക്കിയിരുന്നു റോട്ടിൽ. അങ്ങനെ മണ്ണാർക്കാട് എത്തിയപ്പോഴേക്കും ബസ് ഏകദേശം ഫുള്ളായി. അങ്ങനെ പിന്നെ നമ്മൾ പാലക്കാട് എത്തി ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ഇവിടെ നിർത്തിയില്ല, നേരെ വിട്ടു കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാലെത്തിയപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടോ. അങ്ങനെ ആദ്യം തന്നെ എല്ലാവർക്കും ഫ്രഷപ്പ് ആവുള്ള റൂം കൊടുത്തു. വൈറ്റ് ലൈൻ ഹോട്ടലായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡെല്ലാം നമുക്ക് 3 നേരം അൺലിമിറ്റഡ് ഫുഡാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഫുഡ്, ടിക്കറ്റ്, DJ, അതുപോലെ കൊടൈക്കനാലിൽ കറങ്ങാനുള്ള ഇതുപോലെ 2 മിനി ബസ് എല്ലാം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് വയനാട് എന്നുള്ള പേര് തമിഴ്നാട് ബസ്